നിങ്ങൾ അസൂയ വെക്കുന്ന ആൾ ഒന്നിരിക്കൽ സ്വർഗക്കാരനാണ്. സ്വർഗക്കാരനാണ് ആ മനുഷ്യനെങ്കിൽ അള്ളാഹ് ആദരിച്ച ആളാണ്. അള്ളാഹു ആദരിച്ച ആളോട് അസൂയ വെച്ചാൽ നീ എപ്പ തകർന്നു എന്ന് ചോദിച്ചാൽ മതി. പിന്നെ തകരാൻ വേറൊന്നും വേണ്ട. ഇനി അതല്ല, നരകക്കാരനാണെങ്കിൽ കാലാകാലവും നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് നമ്മൾ എന്തിനാ അസൂയ? അല്ലേ? കാലാകാലവും നരകത്തിൽ കിടക്കുന്ന ആൾക്ക് ദുന്യാവിൽ എന്തെങ്കിലും സുഖം ചെറുങ്ങനെ കിട്ടണേ നമുക്ക് എന്താ പ്രശ്നം? ബുദ്ധിശൂന്യതല്ലേ? ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഇതൊക്കെ ഇത്രയും മോശപ്പെട്ടതാണ് അസൂയ. പിന്നെ മാത്രമല്ല, അസൂയക്കാരൻ യഥാർത്ഥത്തിൽ പടച്ച റബ്ബിനോടുള്ള എതിർപ്പിലാണ്. റബ്ബിനോടുള്ള എതിർപ്പിലാണ് അസൂയക്കാരൻ. എന്നോട് നിങ്ങൾക്ക് അസൂയ ഉണ്ടെങ്കിൽ എന്നോടല്ല ശരിക്കും. അതാരോടാ? പടച്ചോനോടാ. അതെങ്ങനെയാ പടച്ചവനോടാണ്? ഒരാൾക്ക് അല്ലാഹു തആല 12 ലക്ഷത്തിന്റെ കാറ് കൊടുത്തു, 100 ഏക്കർ ഭൂമി സ്ഥലമുണ്ടായ ആൾക്ക്. അങ്ങനത്തെ ഒരു മനുഷ്യനോട് നിങ്ങൾ അസൂയ വെച്ചാൽ ആരോടാണ് നിങ്ങൾ വെറുപ്പ്? ആരോടാ വെറുപ്പ്? പടച്ചോനെ 12 ലക്ഷത്തിന്റെ കാറും അതിന്റെ പുറമെ 100 ഏക്കറയും കൊടുത്ത റബ്ബേ, നിന്റെ തീരുമാനം ശരിയായില്ല. ഞാനും നിന്റെ അടിമയല്ലേ, നിന്റെ തീരുമാനം എനിക്ക് തൃപ്തിയല്ല റബ്ബേ. എന്റെ അയൽവാസി ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നീ ആ മനുഷ്യന് 10 സെന്റ് വാങ്ങാനുള്ള തൗഫീഖ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഖളാ നീ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖളായിൽ ഞാൻ സന്തുഷ്ടനല്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന അസന്തുഷ്ടനാണ് അസൂയക്കാരൻ. ശരിക്ക് വ്യക്തിയോടല്ല, വ്യക്തിക്ക് അത് കൊടുത്തതാരാണ്? ഒരാൾ 10 സെന്റ് ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തവൻ ആരാണ്? പടച്ച റബ്ബാണ് കൊടുത്തത്. അപ്പൊ നീ അസൂയ കാണിച്ചാൽ ആരെ തീരുമാനത്തിനെതിരെയാണ് നിന്റെ അസൂയ? പടച്ചോന്റെ തീരുമാനത്തിന് അല്ലേ? ഉറപ്പല്ലേ? അള്ളാഹു കൊടുത്തതാണ്. അപ്പൊ അതിനോട് അസൂയ ഉണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ തീരുമാനത്തിനെതിരെയാണ്. സ്ത്രീകൾക്കിടയിലും ഉണ്ടാവും, ഓൾക്കിടയിലുണ്ടാവും. എപ്പോഴാണ്? നിന്നേക്കാൾ സൗന്ദര്യം വേറൊരാൾക്ക്, നിന്നേക്കാൾ നല്ല വസ്ത്രം, ഓൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയാണ്, നമ്മൾ ഏതിട്ടാലും ഒരു പോലും ഉണ്ടാവില്ല. അല്ലെ? അവൾക്ക് ഇഷ്ടം പോലെ സ്വർണ്ണാഭരണം. അപ്പൊ ആ പെണ്ണിന്റെ മധു ഇങ്ങനെ പറയുകയാണെങ്കിൽ നല്ല സുന്ദരിയാണ്, നല്ല സ്വർണ്ണാഭരണം, നല്ല ഒതുക്കമുള്ള പെണ്ണ്, അങ്ങനെല്ലാം പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ സുഖം ഉണ്ടാവില്ല. മറ്റേ പെണ്ണിന് അവളെപ്പറ്റി ഗുണം എല്ലാവരും പറയും, ഇവളെന്താ പറയാ? അങ്ങനെയൊക്കെയാണെങ്കിൽ അവളെ സ്വഭാവം ഒറ്റപ്പെടുക്കാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലേ നമുക്ക് സമാധാനം. എല്ലാവരും ഗുണം പറയും, അതല്ലേ? നല്ല സുന്ദരിയാണ്, നല്ല പെണ്ണാണ്, നല്ല അച്ചടക്കമുള്ള പെണ്ണാണ്, പക്ഷെ അവളെ പല്ല് ഒരു എന്തെങ്കിലും ന്യൂനത കണ്ടെത്തണം. അത് അസൂയത് വരുന്നതാണ്. അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ പോരെ? അൽഹംദുലില്ലാ, പഠിച്ചൊന്നും ഭംഗിയായി വർദ്ധിപ്പിച്ചു, ഇനി സ്വർണം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നല്ലേ പറയേണ്ടത്? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ തീരുമാനങ്ങൾക്കെതിരെ ഉറഞ്ഞു തുള്ളലാണ് അസൂയ. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കെതിരെയാണ് ഉറഞ്ഞു തുള്ളൽ. അള്ളാഹിന്റെ തീരുമാനങ്ങൾക്കെതിരെയാണ് അസൂയ സംഭവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സംഭവം കൂടി ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മറ്റൊരു മരുന്ന്, ഒന്നും സംഭവിച്ചില്ല, മറ്റൊരു മരുന്ന്. സമയമാകുമ്പോൾ ഞാൻ നിർത്തും, ഉസ്താദ് വരുമ്പോൾ പരിപാടി ആരംഭിക്കും. ഉസ്താദ് വരുന്നവരെ വെറുതെ നമ്മൾ ഇരിക്കണ്ടല്ലോ കേട്ടോ. സമയമൊക്കെ എനിക്കറിയാം. മരുന്നപ്പം നമ്മൾ തരുന്നത് നല്ല മരുന്നാണ്. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറഞ്ഞ മരുന്നാപ്പ പറയണം. ഇതൊക്കെ ചിന്തിക്കുന്ന ആൾക്ക് മരുന്നാ നിങ്ങൾക്ക് തോന്നില്ലേ? ഇതൊക്കെ മനസ്സിലാണ് തട്ടിയ, ഖൽബിലൊന്നും ഉണ്ടാവില്ല. ഒരു രസകരമായ സംഭവം തഫ്സീറിന്റെ കിതാബിൽ പറയുകയാണ്. ഇബ്ലീസുൽ ലഈൻ, അങ്ങനെ പറയാം, ഇബ്ലീസുൽ ലഈൻ ഒരു ദിവസം ഫിർഔനെ കാണാൻ വേണ്ടി വന്നു. രണ്ടും പടക്ക, ഒന്ന് ഫിർഔൻ, ഒന്ന് ഇബ്ലീസ്. ഇബ്ലീസ് വരുന്നു ഫിർഔനെ കാണാൻ. മോശപ്പെട്ട ആളുകൾക്ക് മോശപ്പെട്ട ആളായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവും. അങ്ങനെ ഇബ്ലീസുൽ ലഈൻ ഫിർഔനിന്റെ മുമ്പിൽ, ഫിർഔൻ എന്ന് പറയുന്ന ആൾ ആരാണ്? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ ഏറ്റവും മേലായ റബ്ബാണ്, എന്റെ മേലെ പിന്നെ പടച്ചോമാനില്ല, പരമേശ്വരൻ ഞാനാണ് എന്ന അഹങ്കാരിയാണ്. ഞാനാണ് ഏറ്റവും വലിയ റബ്ബിന്റെ മേലെ പിന്നെ ആരില്ല, പടച്ചോമാൻ. വിഗ്രഹങ്ങളൊക്കെ എന്റെ താഴെയാണ്, എന്റെയൊക്കെ മേലെ ഞാനാണ്. അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫിർഔൻ ഞാനാണ് പടച്ചവൻ എന്ന് മാത്രമല്ല ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്, പരമേശ്വരൻ ഞാനാണ് എന്ന് പറഞ്ഞ ഇബ്ലീസുൽ ലഈൻ ഈ ഫിർഔനിന്റെ മുമ്പിൽ വന്നിട്ട് ഫിർഔന്റെ വാതിലിന് മുട്ടി. ഫിർഔന്റെ വാതിലിന് മുട്ടിയപ്പോൾ ഫിർഔൻ ചോദിച്ചു, ആരാണത്? ഫിർഔന്റെ വാതിലിന് മുട്ടുന്ന മഹാരാജാവ് എന്ന് പറഞ്ഞവിടെ ദൈവമാണ്, ഏറ്റവും വലിയ ഇലാഹാണ്. അവന്റെ വാതിലിന് മുട്ടിയപ്പോൾ അവൻ ചോദിച്ചു, ആരാണ്? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ലൗ കുന്ത ഇലാഹൻ ലമാ ജഹിൽതനി, നീ പടച്ചോനാണെങ്കിൽ
എന്നെ അറിയാതെ പോവേണ്ടതില്ല. പടച്ചോനാണെങ്കിൽ ആരാടാ നോക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ്ക്ക് അറിയില്ലേ വാതിലിന്റെ അപ്പുറത്ത് ആരാളുള്ളത്? വാതിൽ തുറന്നു നോക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ വാതിലിൽ മുട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? തുറന്നു നോക്കണം അപ്പുറത്ത് ആരാന്ന്, അല്ലേ? ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറയുന്ന ഫിരൗൻ എന്തിനാ? ആരാ വാതിലിൽ മുട്ടിയ? ഇബ്ലീസ് അല്ല, ആരും പേടിക്കില്ല. മൂപ്പര് പറഞ്ഞു, നീ ഇലാഹാണെങ്കിൽ വാതിലിൽ മുട്ടിയ ആളെ അറിയേണ്ടതായിരുന്നു. ഇയാൾക്കും തോന്നി ഫിരൗൻ ദൈവം തരക്കടില്ലല്ലോ, ഞാൻ ഏറ്റവും വലിയ ദൈവമാണ്, പരമേശ്വരനാന്ന് വാദിക്കുന്ന ആളാ, എന്റെ വാതിലിൽ മുട്ടിയ ആളാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ അയാൾ വന്ന് വാതിൽ തുറന്നു. ആരാന്ന് ചോദിച്ചു. ഞാൻ ഇബ്ലീസാണ്. ഓ, ഇരിക്കുന്നു. രണ്ടാളും ഭയങ്കര രോഗിയായി. ഫിരൗൻ ചോദിച്ചു, അല്ല, ഫിരൗൻ ചോദിക്കാണ് ആരോട്? ഇബ്ലീസിനോട് ചോദിക്കാണ്. എന്താ ചോദ്യം എന്നറിയാം? ആ വജത്ത അഖ്ബസു മിന്നി വമിൻക ശർറൻ മിന്നി വമിൻക, എന്നെക്കാളും ഷർറായ ആരെങ്കിലും ഭൂമിയിൽ വേറുണ്ടോ? നീ എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആളല്ലേ? ഇബ്ലീസ് എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഭൂമിയിലെ വർത്താനം മുഴുവൻ മൂപ്പർക്കറിയാം. അപ്പൊ ഫിരൗൻ ചോദിച്ചു, ഞാൻ റബ്ബാണെന്നൊക്കെ പറയാന്നല്ലാതെ ഫിരൗൻ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയൂല, അവനൊരു മനുഷ്യനാണ്. വാദം മാത്രമേ ഉള്ളൂ ഞാനാണ് മേലായ റബ്ബ്. പക്ഷെ ഇബ്ലീസ് പോകുമ്പോൾ ആർക്ക് പോകാൻ കഴിയില്ല. ഫിരൗൻ ചോദിക്കാണ്, ആ വജത്ത അഹദൻ ശർറൻ മിന്നി വമിൻക, എന്നെക്കാളും നിന്നെക്കാളും മോശപ്പെട്ട ആരെങ്കിലും വേറുണ്ടോ ദുനിയാവിൽ? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ആകെയുള്ളൊരു സമാധാനം ഉണ്ട് എന്നതാണ്. നമ്മളെക്കാൾ മോശപ്പെട്ട ആള്, ഫിരൗനേക്കാൾ മോശപ്പെട്ട ആളോ, ഇബ്ലീസിനേക്കാൾ മോശപ്പെട്ട ആളോ? ഇബ്ലീസ് പൊട്ടിച്ചിരിച്ചിട്ട് വെറുതെ ആരാന്ന് ചോദിച്ചു. അൽ ഹാസിദു, അസൂയക്കാരൻ. ഞാൻ ഈ അസൂയയുടെ അക്കോലത്തിലായത്. ഞാൻ നല്ലോണം നിക്കരിച്ച് ഇൽമും പഠിച്ച് മലായിക്കത്തിന് ക്ലാസ് എടുത്ത് ഇറങ്ങിയ ആളാ. ഒരൊറ്റ അസൂയ വന്ന് ഞാൻ, എന്നിട്ട് ഇവര് വിചാരിക്കണം ഇവര് സ്വർഗത്തിന്റെ ആള്, ഇബ്ലീസ് ഞാൻ നരകത്തിലാണ്. ഞാനൊരൊറ്റ അസൂയയുടെ അക്കോലത്തിലായത്. അതുകൊണ്ട് ഫിരൗനെ പേടിക്കണ്ട, നമ്മളെക്കാൾ മോശപ്പെട്ട ആൾ അള്ളാന്റെ ദുനിയാവിലുണ്ട്. ആരാണ്? അസൂയന്റെ മരുന്നായോ? മരുന്നാളുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഇതൊക്കെ? എന്നിട്ടും നമ്മളെ കൽബില് വാറാക്കെന്തേ ഉണ്ടാകുമ്പോ ഒരു ജാതി, അല്ലേ? എല്ലാത്തിനും അസൂയ കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവനും. ഒരു നാടിന് മറ്റൊരു നാടിനോട് അസൂയ, ഒരു രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തിനോട് അസൂയ, ഒരു കുടുംബത്തിന് മറ്റൊരു കുടുംബത്തോട് അസൂയ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട്. ഇതൊക്കെ സത്യമല്ലേ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ അതിലുള്ളത്? തീർന്നില്ല, ഒരൊറ്റ കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിക്ക് സിഹ്ർ ചെയ്തു, ഒരു ദുഷ്ടൻ സിഹ്ർ ചെയ്തു. ആ സമയത്ത് ആ സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിക്കൊടുത്ത സൂറത്താണ് രണ്ട് സൂറത്ത്. സൂറത്തുൽ മുഅവ്വിദത്തൈൻ, കാവലിനെ തേടാനുള്ള സൂറത്ത് എന്നതിന്റെ പേര്. കാവലിനെ തേടാനുള്ള സൂറത്ത് എന്നാണ് പേര്. അള്ളാന്റെ റസൂലിന് കാവലിനെ തേടാൻ പേടിക്കാൻ, പേടിക്കണം എന്ന് പറഞ്ഞ് ആരത്തൊട്ടൊക്കെ പേടിക്കണം, ആരത്തൊട്ടൊക്കെ കാവലിനെ തേടണം, ഈ രണ്ട് സൂറത്ത് ഇറക്കി കൊടുത്തു. ആ സൂറത്തിൽ കാര്യമായി പേടിക്കാൻ പറഞ്ഞ മൂന്ന് കക്ഷികളെ ആരാ നോക്കാമോ? അള്ളാന്റെ റസൂലിനോട് പേടിക്കാൻ പറഞ്ഞത്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോട് പേടിക്കണേ എന്ന് പറഞ്ഞ മൂന്ന് കക്ഷികളുണ്ട്. ഭയങ്കരന്മാരാണ്, അതുപോലെ പേടിച്ചേ പറ്റും. ആരാണ് ആ മൂന്ന് കക്ഷികൾ? അതിലൊന്ന് മിടുക്കൻ, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ വസ്വാസ് ഉണ്ടാക്കുന്നവൻ. ജനങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ വസ്വാസ് ഉണ്ടാക്കുന്നവൻ. ആരാണത്? ഇബ്ലീസ് അല്ലേ? ഒന്ന് ഇബ്ലീസിനെ പേടിക്കണം, ഒന്നതാണ്. മറ്റൊരു പേടിക്കാൻ പറഞ്ഞ കക്ഷി, കെട്ടുകളിൽ ഊതുന്ന സിഹറന്മാർ, സിഹർ ചെയ്യുന്ന ആള്, കെട്ടുകളിൽ ഊതുന്ന ആളുകൾ, ഈയത്തകട് കുപ്പിയിലാക്കി ഒഴിച്ചിടുന്ന ആളുകൾ, അവരെ പേടിക്കണം, ഭയങ്കര ദുഷ്ടന്മാരാണ്. നോക്കൂ നിങ്ങൾ, ഒന്ന് ഇബ്ലീസ്, മറ്റൊന്ന് സാഹിര്യങ്ങൾ. മൂന്നാമതായി അല്ലാഹു തആല പേടിക്കാൻ പറഞ്ഞ കക്ഷി, അള്ളാന്റെ ഖുർആനിൽ പേടിക്കാൻ പറഞ്ഞൊരു കക്ഷിയുണ്ട്. റസൂലുള്ളാഹിനോട് അവരെ പേടിക്കാൻ പറയുന്നു, കാവലിനെ തേടാൻ പറയുന്നു. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളോട് പറയുന്നു, കാവലിനെ തേടണം കേട്ടോ. മൂന്നാമത്തെ കക്ഷി ഏതാണ്? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരനെ പേടിക്കണം. വമിൻ ശർരി ഹാസിദിൻ, എല്ലാ അസൂയ വെക്കുന്ന ആളുകളെയും തൊട്ട് കാവലിനെ തേടണം. ഇദാ ഹസദ, അവൻ അസൂയ വെച്ച് കഴിഞ്ഞാൽ. നോക്കിങ്ങൾ, അള്ളാഹു പേടിക്കാൻ പറഞ്ഞ മൂന്ന് കക്ഷികളിൽ ഒരാള് ശൈത്താൻ, മറ്റൊന്ന് സാഹിർ, മറ്റൊന്ന് അസൂയക്കാരൻ. എന്റെ കൽബിലുണ്ടെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ എന്നെ പേടിച്ചോളാം, നിങ്ങളെ കൽബിലുണ്ടെങ്കിൽ നിങ്ങളെ പേടിച്ചോളാം. എന്തിനു പറ്റും നമ്മളെ? ഈ കൽബുമായിട്ട് സ്വർഗ്ഗത്തേക്ക് പോവാന്നാ വിചാരം? ഇങ്ങനത്തെ ഒരു കൽബുമായി അള്ളാഹുമായി അടുക്കാമെന്നാണോ ധാരണ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധ്യമേ അല്ല. മുഅ്മിനീങ്ങളെ, പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഹൃദയം അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാവട്ടെ.
അതുകൊണ്ട് ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്ന വിഷയത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട ശൈഖുന